അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അവിടെ അവർ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഞാനത് പറഞ്ഞില്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ കാരണം ഞാനും ഇതിലുള്ള ഒരാളായിരുന്നു. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. അതിനുശേഷം ഞാൻ ഇന്നേ വരെ ഇത്തരം ഒരു കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം ക്യാമറയുടെ മുമ്പിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ടെസ്റ്റ് ചെയ്യാനും ഇതിന്റെ ഇത് ഈ പറഞ്ഞ പോലെ അങ്ങനെ യാതൊരു ഇതും നോക്കാതെ ഒരു ലൈക്ക് ഒരു എന്താ പറയുക ഒരു നല്ലൊരു ജീവിതം നയിക്കണം എന്ന് എനിക്ക് സത്യസന്ധമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ചാനലും ഈ പറഞ്ഞ നാറി അടിച്ചു കളയാൻ വേണ്ടി നോക്കി എന്ന് അത് എന്നെ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. ഈ പറഞ്ഞ പോലെ 25K എന്തോ ആക്കി എല്ലാം സെറ്റായെടുത്തുനിന്ന് അതും പോയി. ഈ 93K സബുള്ള ഇതായിരിക്കും എൻ്റെ ഒറിജിനൽ ചാനൽ. അപ്പോൾ ബൈ ഗൈസ്, ഞാൻ ഒളിവിലേക്ക് പോയെന്ന്. അപ്പം ബൈ. ഇപ്പൊ അണ്ടർഗ്രൗണ്ട് പോയില്ലെങ്കിൽ പോലീസ് എന്നെ നിരപ്പാക്കും. എന്തിനടാ ബാബു ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത തന്നു? അതാ സാർ എനിക്ക് മനസ്സിലാകാത്തത്. ഗൈസ് അറിയാം, ഞാൻ വെറുപ്പിക്കാന്നറിയാം. 3-4 പ്രാവശ്യം ഇങ്ങനെ വീഡിയോ എടുത്ത് വെറുപ്പിക്കാൻ നമുക്ക് അറിയാം. പക്ഷെ വേറെ വഴിയില്ല, വേറെ ഒരു വഴിയില്ല ഗൈസ്. പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. എൻ്റെ ഫസ്റ്റത്തെ 200K അടുപ്പിച്ചുള്ള ചാനൽ ഈ പറഞ്ഞ പോലെ ഒരു നാറി ആരാന്ന് നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയണ്ടല്ലോ, അടിച്ചു കളഞ്ഞു. ഞാനിപ്പോ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയം ഉണ്ടോ? ഞാൻ പോകുന്നു. ബൈ ബൈ.